ഞാൻ കുറെ നാളായി ഞങ്ങൾ ഒരുമിച്ച് ഒരു ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് നാട്ടില് എവിടേക്കാറുണ്ടോ? മൂന്നാറാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോവാണ്. അപ്പൊ അതിനു മുമ്പേ എന്റെ ഈ ആഗ്രഹം ഒന്ന് സാധിച്ചിട്ട് പോവാന്ന് ഓർത്തു. ഇനി ഒരു 20 മിനിറ്റ്സ് കൂടെ ഉള്ളൂ മൂന്നാർ എത്താനായിട്ട്. ഞങ്ങൾ അവിടെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തത്. അതിനകത്ത് കണ്ടപ്പോൾ നല്ല ഭംഗിയടക്കിയാണ് കണ്ടത്. അപ്പം അതിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം. റിൻറ്റോ, ഇത് എത്രാമത്തെ പ്രാവശ്യം മൂന്നാർ വരുന്നത്? അറിയില്ല, ഞാൻ 5-8 തവണ ഉറപ്പായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് 4 വീലറാണ് പോകുന്നത് ഇതുവരെ മൂന്നാറിന്. ഇത്രയും കാലം ബൈക്കിന് മാത്രമേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ്സിന് വല്ല പണ്ട് പോയിട്ടുണ്ടോ എന്ന് അറിയില്ല, ഓർമ്മയില്ല. പക്ഷെ ബൈക്കാണ് എപ്പോഴും പോയിട്ടുണ്ട്. ഞാനും ബോയ്സിനെ മിസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ പോരുന്ന വഴിക്ക് ചീയമ്പാറ വാട്ടർഫോൾസ് അല്ലാറുണ്ടോ? ചീയപ്പാറ വാട്ടർഫോൾസ് കണ്ടിരുന്നു. അത് ഞാൻ ഇതിൽ കാണിക്കാം കേട്ടോ. ഞാനും ഒരുപാട് തവണ മൂന്നാറിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അവിടെ സ്റ്റേ ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ മൂന്നാർ വരെ പോകുന്നു, രാവിലെ പോകുന്നു, വൈകിട്ട് ആകുമ്പോഴത്തേക്കും അവിടെ നിന്ന് തിരിച്ചു പോരുന്നു, അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അല്ലാതെ അവിടെ താമസിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ എപ്പോഴും വിചാരിക്കും എനിക്കും അങ്ങനെയൊക്കെ പോയി ഒന്ന് താമസിക്കാൻ പറ്റിയിരുന്നെങ്കിലൊന്നും. അത് നമുക്ക് ടൈം ഉണ്ടാവില്ല. അപ്പൊ ഇപ്പോഴാണ് അതെല്ലാം കൊണ്ട് റെഡി ആയത്. നമ്മളെന്ത് ആഗ്രഹിച്ചാലും യൂണിവേഴ്സ് അത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. ഞങ്ങളിവിടെ ആനച്ചാലിലാട്ടോ വന്നത്. ആനച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് അവർ ഞങ്ങളെ പിക്ക് ചെയ്തു. ആ റിസോർട്ടിൻ്റെ ആൾക്കാർ ഈ വാരാന്ന് പറഞ്ഞ റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഞങ്ങൾ സിപ്പ് ലൈൻ ഒക്കെ കണ്ടുട്ടോ. സിപ്പ് ലൈൻ നമ്മളിപ്പോ ഈ റോഡിനോട് കയറിയപ്പോ തന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ആനച്ചാലിൽ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റിസോർട്ട് എത്തി. ഈ വാരാന്നാണ് ഈ റിസോർട്ടിന്റെ പേര്. ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ ലഗേജ് ഒക്കെ എടുത്തിട്ട് പോയി. അപ്പോൾ ഇതാണ് ഈ റിസോർട്ടിന്റെ എൻട്രൻസ്. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ടുള്ള കാഴ്ചകളെല്ലാം കാണാം. അവിടുത്തെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ റൂമിലേക്ക് പോയിട്ടോ. റൂം ഭയങ്കര ഭംഗിയായിട്ടായിരുന്നു കേട്ടോ അവർ അറേഞ്ച് ചെയ്തിരുന്നത്. പിന്നെ റൂമിൽ നിന്നുള്ള വ്യൂ അതും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉള്ളത് തന്നെ എന്നെ ഇങ്ങോട്ട് വരാനായിട്ട് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്കുള്ളൊരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. റൂമെല്ലാം കണ്ടതിന് ശേഷം ഞാൻ റിസോർട്ടൊന്ന് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഞങ്ങൾ റിസോർട്ടിലെത്തിയപ്പോഴത്തേക്കും ഈവനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ചായയും പഴംപൊരി ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത്. നല്ല പഴംപൊരി കേട്ടോ. നല്ല പഴംപൊരി അല്ലേ?
ഫ്രണ്ട് പറയുമായിരുന്നു ഇവിടെ വന്നത് ഭയങ്കര വെർത്തായിരുന്നു എന്ന് പറയുമായിരുന്നു. ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ബാൽക്കണിയിൽ നിന്നാൽ തന്നെ സ്വിമ്മിംഗ് പൂൾ കാണാം. റൂമൊക്കെ നിങ്ങളിത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരു ബെഡാണ് അത്. എനിക്കിതിലൊക്കെ കിടക്കുമെന്ന് എനിക്കറിയില്ല, കാരണം ഇത് ഭയങ്കര ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അത്രയും പൂളിലേക്കുള്ള വ്യൂ ആണ് കാണുന്നത്. വന്ന് ഈ വൈറ്റ് ക്ലോത്ത്സിലൊക്കെ ഒരു വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നൈറ്റിലെ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടി ഞാൻ ഇതിട്ടിട്ടുണ്ട്. ഇതിട്ടിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. ഇവിടെ ക്യാമ്പ് ഫയർ നടക്കുകയാണ്. പുറത്ത് നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സ്വെറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. രണ്ടേക്ക് സ്വെറ്റർ ഒന്നും വേണ്ടാന്ന് പറയുന്നത്. അവിടുത്തെ കോപ്രായി കാണിക്കുന്നുണ്ട്. മൈൻഡ് ചെയ്യുന്നത്. ഞാനിവിടെ ഏറ്റവും എൻജോയ് ചെയ്തത് ക്യാമ്പ് ഫയർ ആണെന്ന് തന്നെ പറയാം. ഞങ്ങൾ മാത്രമല്ലായിരുന്നു കേട്ടോ, ഈ റിസോർട്ടിലുണ്ടായിരുന്ന എല്ലാ ഫാമിലീസും ഞങ്ങളുടെ കൂടെ കൂടിയായിരുന്നു. ക്യാമ്പ് ഫയർ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഡിന്നറൊക്കെ അപ്പോഴത്തേക്ക് റെഡി ആയിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയും ബട്ടർ ചിക്കനും പിന്നെ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിരുന്നത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. റിസോർട്ടിലെ തന്നെ ഷെഫ് കുക്ക് ചെയ്തിരുന്ന ഫുഡായിരുന്നു ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ വീഡിയോ ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. നമുക്ക് ടീ ഒക്കെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ടീ ഒക്കെ ഉണ്ടാക്കാം. ടീ ഉണ്ടാക്കാന്നുള്ള ദൗത്യം റിൻഡോസി ഏറ്റെടുത്തു. അങ്ങനെ റിൻഡോ രാവിലെ തന്നെ എനിക്ക് ചായ ഉണ്ടാക്കി തരികയാണ്. കുറേ നാളുകൾക്ക് ശേഷം റിൻഡോ എനിക്ക് രാവിലെ ചായ ഉണ്ടാക്കി തരുന്നത്. സ്വിഡനിൽ വെച്ച് റിൻഡോ ആയിരുന്നു ഇപ്പോഴും ചായ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ മാസങ്ങൾക്ക് ശേഷം റിൻഡോ എനിക്ക് വീണ്ടും ചായ ഉണ്ടാക്കി തരികയാണ്. കുറച്ചുകൂടി മുമ്പ് ഈ മല നന്നായി കാണാൻ പറ്റുമായിരുന്നു. ഫുള്ള് ഫോഗായി. ഈ കുറച്ചുകൂടി വീഡിയോസ് ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു ഇവിടുത്തെ ഈ റിസോർട്ടിൽ വെച്ചിട്ട്. അപ്പം
ഞാൻ ഈ ഫോഗൊക്കെ ഉള്ളപ്പോൾ തന്നെ വീഡിയോ എടുത്താലോ എന്ന് ആലോചിക്കാം. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആയിരുന്നു കേട്ടോ. അപ്പോൾ പൂരി ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ പൊട്ടാറ്റോ കറി ഉണ്ടായിരുന്നു, പിന്നെ പുട്ട്, കടല, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ട്രൈ ചെയ്തായിരുന്നു. റൂമിൽ നിന്നുള്ള വ്യൂ എത്ര വീഡിയോ എടുത്തിട്ട് മതിയാവുന്നില്ല, അത്ര ഭംഗിയാണ് കാണാനായിട്ട്. എനിക്ക് വീഡിയോയിൽ ആ ഒരു ഭംഗി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ സമയമായി. ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല, അത്ര ഭംഗിയുണ്ട് ഈ സ്ഥലമൊക്കെ കാണാനായിട്ട്. ഇനി ഞങ്ങൾ പതിയെ പാക്കൊക്കെ ചെയ്ത് ഇറങ്ങാൻ നോക്കട്ടെ. അതിൻ്റെ വീഡിയോസ് എല്ലാം കാണാം. ഡ്രസ്സൊക്കെ മാറി ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഡോറൊക്കെ അടച്ചു. എങ്ങനെയുണ്ടോ റിസോർട്ട്? എങ്ങനെയുണ്ട് പറ, ശരിക്കും പറ. ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു കേട്ടോ ഇവിടെ. ഞങ്ങൾക്ക് ഭയങ്കര സേഫായിട്ട് ഫീൽ ചെയ്തു ഇവിടെ. പിന്നെ ഇവിടുത്തെ ടീമിനെ പറ്റി എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അവർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ആൻഡ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നിങ്ങൾ മൂന്നാറിലേക്ക് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവാര എന്തായാലും ചൂസ് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ടൊക്കെ ചെയ്തിറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു റെൻ്റ് എക്സ്പീരിയൻസ്? ഭയങ്കര നല്ലായിരുന്നു. എന്താ പറയുക, അവരുടെ ഹോസ്പിറ്റാലിറ്റി എല്ലാം നല്ല അടിപൊളിയായിരുന്നു. പിന്നെയും ഗസ്റ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്നൊക്കെ വണ്ടികളൊക്കെ വരുന്നുണ്ട്.
റോഡിൽ നല്ല തമാശ. വഴിയിലൊക്കെ മുളയരി പായസം വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. അത് അടിപൊളിയായിരുന്നു കേട്ടോ.